ഇസ്രായേൽ ലബനനെതിരെ കരയുദ്ധം തുടങ്ങിയതിനു ശേഷം, അഥവാ ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തെക്കൻ ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പുകൾ. കഴിഞ്ഞ ദിവസം 6 മെർക്കോവ ടാങ്കുകളെയാണ് ഹിസ്ബുള്ള തകർത്തത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഇസ്രായേലിന് കിട്ടിയ തിരിച്ചടികളിൽ ഏറ്റവും വലുതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ടെൽ അവീവിലും കര്യത്ത് ഷിമോനയിലും അതോടൊപ്പം തന്നെ ഹൈഫയിലും അടക്കമുള്ള ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള 400ഓളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള വലിയ ആക്രമണമാണ് നടത്തിയത്. ഇതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനമായ അയൺ ഡോമുകളെ കാഴ്ചക്കാരാക്കി നിർത്തി, അയൺ ഡോമുകളെ വെറും കാഴ്ചക്കാരാക്കി നിർത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. അഥവാ ഈ 400ഓളം ആക്രമണങ്ങൾ, 400ഓളം മിസൈൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ ടെൽ അവീവിലും അല്ലെങ്കിൽ ഹൈഫയിലും കര്യത്ത് ഷിമോനിലും അടക്കമുള്ള ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവിടുത്തെ ഈ അയൺ ഡോം സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും നിലക്കുന്ന, അല്ലെങ്കിൽ അയൺ ഡോമിൽ അലറാമുകൾ മാത്രം അടിക്കുന്ന സംവിധാനങ്ങളായി പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത്. ഈ മിസൈലുകളെയും ഡ്രോണുകളെയും പരാജയപ്പെടുത്താനും അതിനെ വെടിവെച്ച് വീഴ്ത്താനും അയൺ ഡോമുകൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസം ഈ 6 മെർക്കോവ ടാങ്കുകൾ തെക്കൻ ലബനനിലുണ്ടായ ഈ ഒരു ചെറുത്തുനിൽപ്പിലൂടെ, അഥവാ കരയുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഒരേ ദിവസം തന്നെ 6 മെർക്കോവ ടാങ്കുകളെ തകർക്കാൻ ഹിസ്ബുള്ളക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. തെക്കൻ ലെബനനിലെ ഒരു ഹിസ്ബുള്ള കേന്ദ്രത്തിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ നിൽക്കുന്നുണ്ടെന്നും അവരെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു മെർക്കോവ ടാങ്കുകളുമായി, 4ഓളം മെർക്കോവ ടാങ്കുകളാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്തത്. പക്ഷേ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. കാരണം അത് കൃത്യമായിട്ടുള്ള ഒരു കെണിയായിരുന്നു ഹിസ്ബുള്ളയുടെ. ഹിസ്ബുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കെണിവെച്ച് വീഴ്ത്തൽ തന്ത്രങ്ങൾ തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇസ്രായേലിന് സാധിക്കുകയോ, ഇസ്രായേൽ ഏതെങ്കിലും രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാതെയുള്ള ഒരു ആക്രമണമാണ്, പദ്ധതിയാണ് നടത്തിയത്. എന്നാൽ ഈ 4 മെർക്കോവ ടാങ്കുകൾ അവരുടെ കേന്ദ്രത്തിൽ എത്തിയതിനു ശേഷം 4 ഭാഗത്തും പതിയിരുന്നു നിന്ന ഹിസ്ബുള്ളയുടെ ആക്രമണം തുടങ്ങുകയായിരുന്നു. ഹിസ്ബുള്ള പ്രവർത്തകർ കനത്ത ആക്രമണത്തിലൂടെ ഈ 4 ടാങ്കുകളെയും തകർത്തു കളഞ്ഞു. അതിനുശേഷം 2ഓളം ടാങ്കുകൾ അതിന് പിന്തുണയുമായി എത്തിയതും ഹിസ്ബുള്ള നിമിഷ നേരം കൊണ്ട് തകർത്തു. ഇതിലുണ്ടായിരുന്ന സൈനികർക്ക് ഇറങ്ങി ഓടേണ്ടി വന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചിട്ടുള്ളത് കനത്ത ഏറ്റുമുട്ടലുകളാണ്. ഇതിൽ നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നുള്ളത്. ഇതിന്റെ കൃത്യമായ കണക്കെത്രയാണെന്ന് വ്യക്തമായിട്ടില്ല ഇതുവരെയും. പക്ഷേ അവിടങ്ങളിൽ നിന്നും ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ വന്ന് ഈ ആക്രമണം നടത്തിയ മെർക്കോവ ടാങ്കിൽ ഉണ്ടായിരുന്ന ഇസ്രായേലി സൈനികരെ ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുപോയതായിട്ട് അത്തരം ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ വില വരുന്ന മെർക്കോവ ടാങ്കുകളെ 6 എണ്ണം ഒറ്റ ദിവസം കൊണ്ട് ഹിസ്ബുള്ള തകർത്തിരിക്കുകയാണ്. ഇത് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. തെക്കൻ ലെബനനിൽ ഇത്തരം ഒരു മെർക്കോവ ടാങ്കുകളെ തകർത്തുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പുകളാണ് ഹിസ്ബുള്ളയുടെ കരയുദ്ധത്തിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് നടത്തിയതെങ്കിൽ, മറ്റൊരിടത്ത് കനത്ത വ്യോമാക്രമണം, 400ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുള്ള വലിയ ആക്രമണം ഹൈഫയിലും അല്ലെങ്കിൽ ടെൽ അവീവിലും കര്യത്ത് ഷിമോനിലും അടക്കം വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് ലെബനനിൽ നിന്നും 170ഓളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച ആയുധങ്ങൾ പോലും ഹിസ്ബുള്ള ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 40 ലക്ഷം ആളുകളെയാണ് ബങ്കറുകളിലേക്ക് ഒളിപ്പിക്കേണ്ടി വന്നത്, അഥവാ ബങ്കറിലേക്ക് മാറ്റേണ്ടി വന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകൽ കൂടിയാണ്. ഹിസ്ബുള്ളയുടെ ആയുധങ്ങളിൽ ഒരു 10% മാത്രമാണ് അവർ ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനിയും അവരുടെ അടുക്കൽ ഒരുപാട് ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ
പ്രത്യേകിച്ചും ഇറാന്റെ പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുകയാണ്. അഥവാ ലബനനുമായിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷങ്ങൾ കനത്ത് തുടരുമ്പോൾ, വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തുടരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ഫോർമുലകൾ ഉണ്ടാക്കി ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. എന്നാൽ ഈ ഒരു വലിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ടെൽ അവീവിലും അതോടൊപ്പം തന്നെ ഹൈഫയിലും അടക്കം, ഹൈഫൈ എന്നുള്ള നഗരം തന്നെ താമസയോഗ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യുദ്ധം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളെയാണ് തങ്ങൾ അഭിമുഖീകരിക്കുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇസ്രായേലിന്റെ സർവ്വമേഖലയെയും സ്തംഭിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ യുദ്ധമുറകളിലാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ നടത്തി എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങൾക്ക് കീഴെയാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കി ഇത് അവസാനിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നത്. കാരണം ഒരേ ദിവസം തന്നെ 6 മെർക്കോവ ടാങ്കുകളെ നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുക, തുടർന്ന് വലിയ വ്യോമാക്രമണവും നേരിടേണ്ടി വരിക എന്നുള്ളത് ഇസ്രായേലി ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത സാഹചര്യങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്.